നമസ്കാരം. നമസ്കാരം. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുടെ കൽപ്പവൃക്ഷമായ തെങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ തെങ്ങ് എങ്ങനെ നടണം, തെങ്ങൾക്ക് വരുന്ന രോഗങ്ങൾ, അതേപോലെ തന്നെ അതിന് വരുന്ന പോഷണം നമ്മളെങ്ങനെ കൊടുക്കണം, വളപ്രയോഗം, അവയെല്ലാമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം തെങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൽപ്പവൃക്ഷമാണ്. കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ചോട്ടിലൊന്നും ഒരിക്കലും ഒരു ജൈവാംശം കാണില്ല. കാരണം അതിൻ്റെ ഓല മുതൽ നമ്മളെടുത്ത് ഉപയോഗിക്കും, ചൂല് കീറാനെടുക്കും. അതുപോലെ അതിൻ്റെ ഓരോ പാർട്സും അതിൻ്റെ മറ്റേ പൊതുമ്പെടുത്ത് കത്തിക്കാനെടുക്കും. അതുകൊണ്ട് ഇതിൻ്റെ ചോട് എപ്പോഴും ശരിക്കും ജൈവാംശം കുറഞ്ഞാണ് വലിയ തെങ്ങുകൾക്കൊക്കെ നേരത്തെ മുതൽ ഉണ്ടാകുന്നത്. പക്ഷേ നമുക്കറിയാം മാവുകൾക്കൊക്കെ ആണെങ്കിൽ അത് പൊഴിക്കുന്ന ഇലകളോ അതിലെ ജൈവാംശം എല്ലാം മണ്ണിൽ വരികയും അതിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ തെങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കേരളത്തിൽ എല്ലാ വീടുകളിലും ശരിക്കും ഒരെണ്ണമെങ്കിലും ഉണ്ടാവും. അത്രയ്ക്ക് എല്ലാവർക്കും ഏറ്റവും താല്പര്യമുള്ളതും ഏറ്റവും നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ അവിഭാജ്യ ഘടകമായ വെളിച്ചെണ്ണ ഉള്ളതും അതുപോലെ തേങ്ങ ഒക്കെ തരുന്ന ഒരു വൃക്ഷമാണ് തെങ്ങ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് വെച്ച് പിടിപ്പിക്കാറുണ്ട്. അപ്പം തെങ്ങെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇത് വെക്കേണ്ടത് എപ്പോഴാണ്? തെങ്ങ് നമ്മൾ എപ്പോഴും വെക്കേണ്ടത് മെയ് ജൂൺ മാസങ്ങളിലാണ്. പക്ഷേ താഴ്ന്ന പ്രദേശങ്ങളുണ്ട്, പക്ഷേ കണ്ടം പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെയൊക്കെ നമ്മൾ വെക്കേണ്ടത് സെപ്റ്റംബർ മാസമാണ്. അത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉയർത്തിയാണ് വെക്കുന്നത്. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കുഴി കുത്തി ആണ് വെക്കുന്നത്. കുഴി കുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ വീതി, 1 മീറ്റർ നീളം, 1 മീറ്റർ താഴ്ച, അങ്ങനെയുള്ള കുഴികളാണ് നമ്മൾ കുത്തേണ്ടത്. പിന്നെ ഇത് 2 തെങ്ങുകൾ തമ്മിലുള്ള അകലം 7.5 മീറ്ററിനും 9 മീറ്ററിനും ഇടയ്ക്ക് ആ ഒരു അകലത്തിൽ ആണ് നമ്മൾ കുഴി കുത്തേണ്ടത്. കുഴി കുത്തുമ്പോൾ നമുക്ക് ഈ ശരിക്കും പറഞ്ഞാൽ ചെമ്മണ്ണുള്ള സ്ഥലങ്ങളുണ്ട്, നല്ലോണം ചുമന്ന മണ്ണ്, കട്ടി പിടിച്ച മണ്ണുകളുണ്ട്. അങ്ങനെ മണ്ണുള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ ഒരു 2 കിലോ ഉപ്പ് ഒരു 6 മാസം, നമ്മൾ എന്നാണോ ചെടി നടാൻ ഉദ്ദേശിക്കുന്ന അതിൻ്റെ 6 മാസം മുമ്പ് ആ അടിയിലിട്ട് കൊടുക്കുന്നത് മണ്ണിനൊരിളക്കം വരാനായിട്ട് വളരെ നല്ലതാണ്. അപ്പം നമ്മൾ ഇത് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ ഒരു കുഴി കുഴിച്ചിട്ട് കുഴിയിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് PH ബൂസ്റ്റർ, ഭൂമിത്ര, ബയോഗ്രീൻ ഇവ, അതായത് നമ്മൾ ആദ്യമേ നടുന്ന സമയത്ത് ഒരു 1/2 കിലോ PH ബൂസ്റ്റർ, 1/2 കിലോ ഭൂമിത്ര, ഒരു 1/4 കിലോ ബയോഗ്രീൻ, ഇവ നമ്മൾ എടുക്കുന്ന മണ്ണുണ്ടല്ലോ, നമ്മൾ കുഴിയിൽ നിന്ന് എടുക്കുന്ന മണ്ണിനോടുകൂടി മിക്സ് ചെയ്തിട്ട് ഈ കുഴിയിലേക്ക് ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ 60 സെൻറ്റിമീറ്റർ വരെ പൊക്കത്തിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. നമുക്കറിയാം മൊത്തത്തിൽ 1 മീറ്റർ ആണ് താഴ്ച. അതിൻ്റെ 60 സെൻറ്റിമീറ്റർ വരെയുള്ള താഴ്ചയിൽ നമ്മളുടെ ഈ വളവും മേൽമണ്ണും കൂടിയുള്ള ആ മിശ്രിതം ഇട്ട് കൊടുക്കുക. ഇതാണ് ആദ്യമായിട്ട് നമ്മൾ കുഴിയിലേക്ക് ചെയ്യാനുള്ളത്. ഇതിന് ശേഷം നമ്മൾ തൈ തിരഞ്ഞെടുക്കുമ്പോൾ ശരിക്കും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒന്നാണ്. നമുക്കറിയാം ഒരു 80 വർഷം വരെയൊക്കെ ഒരു തെങ്ങ് നിൽക്കും. പക്ഷേ ഇപ്പോഴത്തെ ടീൻറ്റുടിയും ഡീൻറ്റുടിയും ആ വർഗ്ഗമല്ല ഞാൻ പറഞ്ഞ നമ്മുടെ നെടിയ ഇനം തെങ്ങുകൾ ഒരു 80 വർഷം. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും തെങ്ങ് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള തൈകൾ മാത്രം തിരഞ്ഞെടുക്കുക. അത് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പം ഇങ്ങനെയുള്ള തൈകൾ ആദ്യം നമ്മൾ എടുത്ത ശേഷം കൂടത്തൈകളും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം മറ്റേ രീതിയിൽ നമ്മൾ കിളിപ്പിച്ചിട്ട് നമ്മൾ തന്നെയാണ് കിളിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് 20 വർഷം പഴക്കമുള്ള തെങ്ങിൽ നിന്ന് ഏറ്റവും നല്ല തേങ്ങ എടുത്തിട്ട്, അതായത് കാറ്റുവീഴ്ച രോഗമൊന്നും ഇല്ലാത്ത തേങ്ങ എടുത്ത് നമ്മൾ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ മറ്റേ രീതിയിലോ കൂമ്പാരക്കുട്ടിയോ വെച്ച് കിളിപ്പിച്ചും ചെയ്യാം. അങ്ങനെ ചെയ്താലും മതി. പക്ഷേ അത് ചെയ്യുമ്പോൾ എടുക്കണത് വളരെ ശ്രദ്ധിക്കണം. കാരണം ഇളവാങ്ക് കൊണ്ടോ തൂമ്പ കൊണ്ടോ അതിൻ്റെ വേരൊട്ടും പൊട്ടാത്ത രീതിയിൽ, കാരണം എപ്പോൾ വേര് പൊട്ടുന്നോ അവിടെ കൂടിയൊക്കെ ഫംഗസ് കയറും, പിന്നെ പുതിയ വേര് വരാനായിട്ട് സമയമെടുക്കും. അതുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കി എടുക്കണം. പിന്നെ നമ്മൾ കൂടത്തൈയാണ് മേടിക്കുന്നത്. ഇപ്പം സാധാരണ എല്ലാവരും തൈകൾ വാങ്ങുകയാണ് ചെയ്യണം. അങ്ങനെയാണ് തൈകൾ വാങ്ങുന്നതെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ആ തൈയിനെ നമ്മൾ SPC സ്യൂഡോഗ്രോയുടെ ലായനിയിൽ മുക്കി വെക്കണം ഒരു അരമണിക്കൂറെങ്കിൽ. അത് എടുക്കേണ്ടത് 5 ml 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള റേഷ്യോയിലുള്ളതാണ്. റേഷ്യോയിലുള്ള ആ സൊല്യൂഷനിൽ നമ്മൾ ഈ തൈയെ മുക്കി വെക്കുക അരമണിക്കൂറോളം. അതിനുശേഷം നമ്മൾ തൈ കൊണ്ടുപോയി നടേണ്ടത്. തൈ നടുന്നതിന് തൊട്ട് മുൻപായിട്ട് സമ്പുഷ്ടീകരിച്ച ട്രൈക്കോ കെയർ
അതല്ലെങ്കിൽ അത് നമുക്ക് ഉണങ്ങിയ ചാണകപ്പൊടിയിലോ അല്ലെങ്കിൽ ഭൂമിത്രയിലോ സമ്പുഷ്ടീകരിക്കാം. അത് ഒരു 1/2 കിലോ വിതറിയിട്ട ശേഷം അതിൻ്റെ മുകളിൽ വേണം തൈ വയ്ക്കാൻ. കാരണം ഇതിന് ആദ്യം മുതലേ നമ്മൾ ബാക്ടീരിയ രോഗങ്ങളും ഫംഗൽ രോഗങ്ങളും വരാതിരിക്കാനായിട്ട്, കൂമ്പുചീയൽ പോലെയുള്ള പെട്ടെന്ന് വരും, അതൊക്കെ വരാതിരിക്കാനായിട്ട് ഒരു പ്രിക്കോഷനായിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത്രയും ചെയ്തിട്ട് വേണം നമ്മൾ അതിൻ്റെ മുകളിൽ തൈ വെക്കാനായിട്ട്. തൈ വെച്ച ശേഷം നിർബന്ധമായിട്ടും നീർവാർച്ച നമ്മൾ ഉറപ്പുവരുത്തണം. ഒരു കാരണവശാലും ചോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ തൈ വെച്ചിട്ട് അത് കാറ്റിൽ ഇങ്ങനെ ഒലയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പ് കുത്തി കൊടുക്കുന്നത്, കമ്പ് കുത്തി കെട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും കാറ്റത്ത് അതിന് ഒലയാതിരുന്നുള്ളൂ. മാത്രമല്ല ഇതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നല്ല ആയിട്ടുള്ള ഒരു പൊത കൊടുക്കണം. എപ്പോഴും ശീമക്കൊന്ന പോലത്തെ കൊടുത്ത്, ശീമക്കൊന്നയോ അതല്ലെങ്കിൽ ഈ എന്തെങ്കിലും ഉണങ്ങിയ ചപ്പ് ചവറുകളോ ചകിരിയോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പറ്റുമെങ്കിൽ 1-2 ഓലയും കൂടി ഇട്ട് കൊടുത്ത് അതിനെ സംരക്ഷിക്കുക. ഇനിയിപ്പം ഇത് വെച്ച് അതിൻ്റെ ഒരു അല്പം ചെടിയിലേക്ക് ഒരു വേര് വരാൻ തുടങ്ങും. വേര് വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ SPC ഹോമിയോ അഗ്രോ കെയർ കൊടുക്കണം. അത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ കലക്കിയിട്ട് ആ സൊല്യൂഷൻ ആ വരുന്ന ആ കൂമ്പുണ്ടല്ലോ, ആ കൂമ്പിൽ ഒരു 30 ml നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നു. ആ ഏറ്റവും ടെൻഡറായിട്ട് വരുന്ന ആ കൂമ്പിൽ അത് കൊടുക്കണം എന്ന് നിർബന്ധമുള്ള കാര്യമാണ്. അത്രയും കൊടുത്ത ശേഷം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ നെടിയ ഇനത്തിനെ പോലെയല്ല ഇപ്പോഴത്തെ സങ്കര ഇനം തെങ്ങുകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ നോട്ടം വേണം. ഇനിയും അത് കഴിഞ്ഞിട്ട് ഈ സാധാരണഗതിയിൽ 2 തവണയായിട്ടാണ് നമ്മൾ വളം കൊടുക്കാറ്. എന്നാൽ നനയുള്ള പ്രദേശത്തിലാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വളം കൊടുക്കും. ഒരു 5 തവണ വരെ വളം കൊടുക്കാം. ഇനിയും ആദ്യത്തെ ഞാനിപ്പോൾ മെയ് മാസമാണ് ഇത് കൊടുത്തതെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ ഒരു 3 മാസമായി കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ ഒരു ജൈവ വളത്തിൻ്റെ ഒരു കൂട്ടു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് നമ്മുടെ PGR ഐറ്റം കൂടി കൊടുക്കണം. അതായത് നമ്മൾ സെപ്റ്റംബർ മാസത്തോടുകൂടി, ഒക്ടോബർ സെപ്റ്റംബർ ആ മാസത്തോടുകൂടി നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ 1/2 കിലോ വെച്ചിട്ട്. ആദ്യമേ നമ്മൾ pH കൊടുത്തത് കൊണ്ട് തന്നെ pH നമ്മൾ നോക്കുക. കുറവാണെങ്കിൽ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ബയോഗ്രീനും 1/2 കിലോ ബയോഗ്രീനും 1/2 കിലോ ബയോ പവറും ഇട്ട് കൊടുക്കുക. 10 ദിവസത്തിന് ശേഷം നമ്മൾ FH നമ്മൾ കൊടുക്കേണ്ടത് ഒരു 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ കലക്കി, അതായത് ഒരു 15 ml മതിയായിരിക്കും. 3 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നല്ല രീതിയിൽ ആ ചോട്ടിലും അതുപോലെ തന്നെ ഇലയിലും ഒക്കെ എത്തത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അത് പെട്ടെന്നുള്ള ഒരു ഗ്രോത്തിന് സഹായിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ സമയത്ത് നമ്മൾ ചെടിക്ക് ചെയ്തു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റിയ, അതായത് നന കൊടുക്കാനായിട്ട് പറ്റുന്ന ആളുകളാണെങ്കിൽ ഇടയ്ക്ക് നമുക്ക് വളം കൊടുക്കാം. പിന്നെ ജൈവാംശം വളരെയധികം വേണ്ട ഒരു വിളയാണ് തെങ്ങ്. അതുകൊണ്ട് തന്നെ തെങ്ങിന് നമുക്ക് കഴിയുന്നിടത്തോളം ജൈവാംശം അതിൻ്റെ തടം പോലെ എടുത്തിട്ട് ചകിരി, അതേപോലെ തന്നെ പച്ചയിലകൾ, ഉണക്കയിലകൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു പൊത ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്കറിയാം, ഒരു ചെടി നല്ല രീതിയിൽ വളരാനായിട്ട് ചെടികൾക്ക് പ്രധാനമായിട്ട് 17 മൂലകങ്ങളാണ് വേണ്ടത്. അതിൽ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇത് 3ഉം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുക്കണ്ട, അത് അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ വലിച്ചെടുത്തോളും, ചെടി തന്നെ വലിച്ചെടുത്തോളും. പിന്നെ നമുക്ക് പ്രാഥമിക മൂലകങ്ങളായിട്ട് ഉള്ളതാണ് നൈട്രജൻ, ഫോസ്ഫറസ്, അത് കഴിഞ്ഞ് പൊട്ടാസ്യം. ഈ 3ആണ് ഏറ്റവും കൂടുതൽ ഒരു ചെടിക്ക് വേണ്ടത്. അതിൽ ശരിക്കും പറഞ്ഞാൽ ഫോസ്ഫറസ് നമ്മുടെ മണ്ണിൽ, കേരളത്തിലെ മണ്ണിൽ ധാരാളം ഉണ്ട്. പക്ഷേ അത് അലേയമായിട്ടാണ് കിടക്കുന്നത്. അത് ലയിക്കത്തക്ക രീതിയിൽ കൊടുക്കണം. അതുകൊണ്ട് പലപ്പോഴും ഡെഫിഷ്യൻസി കാണിക്കും. പക്ഷേ നമ്മൾ മണ്ണ് ടെസ്റ്റൊക്കെ ചെയ്യുക. മണ്ണ് ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ 10 pp, അതായത് പാർട്സ് പെർ മില്യൺ, ആ ഒരു റേഷ്യോയിൽ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഫോസ്ഫറസിൻ്റെ വളം എക്സ്ട്രാ കൊടുക്കേണ്ട കാര്യമില്ല. അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് നമ്മുടെ വളം കൂടുതലായിട്ട് കൊടുക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമുക്ക് നൈട്രജൻ വേണമെന്ന് പറഞ്ഞു. നൈട്രജൻ നമുക്ക് ജൈവത്തിൽ നിന്ന് ധാരാളം കിട്ടുന്നുണ്ട്. അപ്പോൾ നൈട്രജൻ എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓലകൾക്ക് നല്ല പച്ച നിറം കിട്ടാനും, അതുപോലെ തന്നെ ചെടികളുടെ നല്ല വളർച്ചയ്ക്കും, അതുപോലെ തന്നെ അതിൻ്റെ പുറത്തുള്ള മടലുകളൊക്കെ നല്ല കട്ടിയിലും നല്ല രീതിയിലും വളരാൻ വേണ്ടിയും രോഗപ്രതിരോധ ശേഷിക്കും എല്ലാം
ഒരു ചെടിയിൽ ഏറ്റവും നിർബന്ധം വേണ്ട ഒന്നാണ് നൈട്രജൻ. അപ്പോൾ ഈ നൈട്രജൻ്റെ അഭാവം നമുക്ക് കാണാൻ പറ്റുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറം മടലുകളിൽ ഈർക്കിലിയും മടലും എല്ലാം മൊത്തം, അതായത് ഈർക്കിലിയും മഞ്ഞളിക്കും അതുപോലെ മടലും ഏറ്റവും അടിയിലുള്ള ഓലകളുടെ ആ മഞ്ഞളിച്ച് വരികയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷണം. നമുക്ക് പരിഹാരമായിട്ട് നൈട്രജൻ അടങ്ങിയ വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ജൈവവളമാണ്. അപ്പം ജൈവവളം പോരാ എന്നാണ് അത് കാണിക്കുന്നത്. അപ്പം നമ്മൾ ജൈവവളം ഇട്ട് കൊടുക്കേണ്ടത്. അടുത്തത് ഞാൻ പറഞ്ഞത് ഫോസ്ഫറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വേര് വളരാനും അതോടൊപ്പം തന്നെ ഈ നൈട്രജനും പൊട്ടാസ്യത്തിൻ്റെ ഒരു ബാലൻസിങ് ഉണ്ട്. അതായത് നൈട്രജൻ കൂടാനും പാടില്ല, ഇത് രണ്ടും തമ്മിലൊരു ബാലൻസിങ് തെറ്റിയാൽ നമുക്കറിയാം ഈ ചെടികളിലൊന്നും കായപിടുത്തം ഇല്ലാതെ നല്ല രീതിയിൽ വളർന്നിരിക്കും. നൈട്രജൻ മാത്രം കൂടുതലാണ്. അപ്പം നൈട്രജൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ബാലൻസിങ്ങിന് വേണ്ടി നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ടും ഈ ഫോസ്ഫറസ് ഒരു ഘടകമാണ്. ഫോസ്ഫറസ് വേണ്ടി വരുന്നു. അപ്പോൾ ഇതാണ് ഫോസ്ഫറസിൻ്റെ ഇത്. ഇനി അടുത്തത് പൊട്ടാസ്യമാണ്. പൊട്ടാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ തെങ്ങിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു മൂലകമാണ് പൊട്ടാസ്യം. അപ്പോൾ അത് നമ്മൾ എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളിൽ ധാരാളം കായ്ഫലം ഉണ്ടാകാനായിട്ട്, രോഗപ്രതിരോധ ശേഷി ഉണ്ടാകാനായിട്ട് എല്ലാം നമുക്ക്, അതുപോലെ തന്നെ വരൾച്ചയെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട്, സ്ട്രെസ് കൺട്രോൾ ചെയ്യാനെല്ലാം പൊട്ടാസ്യം വേണം. അപ്പം പൊട്ടാസ്യത്തിൻ്റെ അഭാവം കാണാൻ നമുക്കറിയാം ഈ ഓലകൾ ഒരു ഓറഞ്ച് കളറായിട്ടിരിക്കും, പക്ഷേ ഈർക്കിലി തന്നെ പച്ച നിറമായിട്ടിരിക്കും. മാത്രമല്ല ഓലകളുടെ ഏറ്റവും അരികു ഭാഗത്ത് ചെറിയ ചെറിയ പുള്ളികൾ പോലെ വന്നിട്ട് കരിഞ്ഞ് അകത്തോട്ട് കയറും. കരിഞ്ഞ് അകത്തോട്ട് കയറുന്ന ഒരു രീതി വരുവാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കണം. ചെടിക്ക് പൊട്ടാസ്യത്തിന് കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ നൈട്രജൻ്റെ ആണെങ്കിൽ ആ ഈർക്കിലിക്കും മഞ്ഞ നിറമായിരിക്കും, പക്ഷേ മൊത്തത്തിലൊരു മഞ്ഞ നിറം. പൊട്ടാസ്യത്തിൻ്റെ ആണെങ്കിൽ ഇലയുടെ അരിക് കരിഞ്ഞ് ആദ്യമേ പുള്ളി പോലെ വരിഞ്ഞ് അരികു തൊട്ട് കരിഞ്ഞ് കയറുന്നതാണ് പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി. നമ്മളങ്ങനെ കാണുകയാണെങ്കിൽ പൊട്ടാസ്യം വേണം. ഇനി നമുക്കറിയാം, അതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ പ്രാഥമിക മൂലകങ്ങൾ. ഇനിയും ദ്വിതീയ മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്, പക്ഷേ ആദ്യത്തെ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യത്തിൻ്റെ അത്രയും വേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദ്വിതീയ മൂലകങ്ങളിൽ ആദ്യത്തെ നമ്മൾ കാണാൻ കാൽഷ്യമാണ്. കാൽഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളിൽ നല്ല ദൃഢത കിട്ടാനായിട്ട് വേണ്ടതാണ്. അതായത് അതിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോഴത്തേക്കും ഓലകൾ ഒടിഞ്ഞു പോകുക, അതുപോലൊപ്പം തന്നെ ശരിക്കും ഉൽപാദനശേഷി ചെടിയിൽ നമുക്ക് തെങ്ങിൽ കായപിടുത്തം വളരെ കുറയുകയൊക്കെ ചെയ്യുന്നത് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വരുന്നതാണ്. ഇനി അടുത്തത് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളിൽ ഹരിതകം കിട്ടാനായിട്ട് വേണ്ടതാണ്. അതായത് മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാന്ന് പറഞ്ഞാൽ ചെടികൾ ഓലയെല്ലാം മഞ്ഞളിച്ച് നിൽക്കും. പ്രത്യേകിച്ച് സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗം എല്ലാം മഞ്ഞ നിറവും മറ്റുള്ള ഭാഗം പച്ച നിറവുമായിട്ടിരിക്കുന്നതാണ് മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി. അപ്പം ഈ മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി മാറ്റാനായിട്ട് നമ്മൾ മഗ്നീഷ്യങ്ങളെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ SPCയുടെ ഡോളോമൈറ്റ് ഉണ്ട്, അതായത് ബയോഗ്രീൻ. ഇതിനകത്ത് തന്നെ 19.4 മഗ്നീഷ്യം ഉള്ള പാറപ്പൊടിയാണ്. ഇത് ശരിക്കും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ തന്നെ ആ മഞ്ഞളിപ്പ് മാറുന്നത്. ഇത് മഗ്നീഷ്യവും കാൽസ്യവും കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണിത്. അതോടൊപ്പം തന്നെ നമുക്ക് ഞാൻ ഇതിപ്പോൾ പറയുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കേരളത്തിൽ ഡെഫിഷ്യൻസി ഉള്ള മൂലകങ്ങളെ മാത്രം ഞാൻ എടുത്തു പറയുന്നതാണ് ഇപ്പോൾ അഭാവം പറഞ്ഞത്. അപ്പോൾ മഗ്നീഷ്യം പറഞ്ഞിട്ട് കാൽസ്യം. അപ്പോൾ അടുത്തത് സൾഫറാണ്. അതായത് സെക്കൻഡറി ന്യൂട്രീഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫറാണ്. സൾഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണക്കുരു ഉള്ള എല്ലാ ചെടികളിലും എണ്ണ ഉൽപ്പാദനത്തിന് ഏറ്റവും വേണ്ട ഒരു മൂലകമാണ് സൾഫർ. മാത്രമല്ല രോഗപ്രതിരോധ ശേഷി ചെടികളിൽ ഒരുവിധമുള്ള നമുക്ക് തന്നെ രോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ സൾഫർ അടങ്ങിയ പ്രോഡക്റ്റുകൾ തേക്കാറുണ്ട്. അതായത് രോഗപ്രതിരോധ ശേഷി കിട്ടാനും ഏറ്റവും വേണ്ട ഒരു മൂലകമാണ് സൾഫർ. അപ്പോൾ ഈ സൾഫർ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് സെക്കൻഡറി ന്യൂട്രീഷ്യൻസ്. പിന്നെ ഞാൻ പറഞ്ഞു സൂക്ഷ്മ മൂലകങ്ങൾ, അതായത് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വേണ്ട. അതായത് പ്രാഥമിക മൂലകങ്ങൾ ഏറ്റവും കൂടുതൽ വേണം, ദ്വിതീയ മൂലകങ്ങൾ കുറച്ച് കുറവ്, ഏറ്റവും അവസാനത്തത് സൂക്ഷ്മ മൂലകങ്ങൾ അത് ഏറ്റവും കൂടുതൽ വേണ്ട, കുറച്ച് മതി പക്ഷേ അത് നിർബന്ധമായിട്ട് വേണം. അതാണ് ബോറോൺ,
അതുപോലെ തന്നെ ഫെറസ്, മാംഗനീസ്, കോപ്പർ, സിങ്ക്, മോളിബിണ്ടം, അതുപോലെ തന്നെ ക്ലോറിൻ, നിക്കൽ, ഇതെല്ലാം സൂക്ഷ്മ മൂലകങ്ങളാണ്. ഇതിൽ എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും തന്നെ കേരളത്തിലെ മണ്ണിലുണ്ട്. എങ്കിൽ തന്നെ നമ്മുടെ മണ്ണിൽ ഇല്ലാത്തത് ഏറ്റവും കുറവ് ഡെഫിഷ്യൻസി കാണിക്കുന്നത് ബോറാണ്. അപ്പോൾ ഈ ബോറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുറവ് നമ്മൾ കാണിക്കുന്നത് ശരിക്കും തേങ്ങ ഒരേ കൊലയിൽ തന്നെ വലിയ തേങ്ങയും ചെറിയ തേങ്ങയും ഉണ്ടാവും. ഒന്ന്. രണ്ടാമത് തേങ്ങ ഇങ്ങനെ പേട് തേങ്ങയായിട്ട് വരുന്നു. മൂന്നാമത്തെ കാര്യം തേങ്ങയിൽ തന്നെ വിള്ളൽ കാണാൻ പറ്റും, വിള്ളൽ. നാലാമത്തെ കാര്യം തേങ്ങ എടുക്കുമ്പോൾ ചിരട്ട വിണ്ടിരിക്കുന്ന കാണാം. ഇതെല്ലാം ബോറോണിന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മണ്ണിൽ ബോറോൺ ഇല്ലയെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ബോറാക്സ് ഇട്ട് കൊടുക്കണം. ബോറാക്സ് ഇട്ട് കൊടുക്കുമ്പോഴും നമ്മൾ എപ്പോഴും ജൈവ വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് തന്നെ കൊടുക്കണം. എന്നാലേ അത് മണ്ണിലേക്ക് ചേരത്തുള്ളൂ. കാരണം നമുക്കറിയാം ഈ ജൈവവളം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നേർവളമല്ല, രാസവളമല്ല. രാസവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടി നേരെ അങ്ങോട്ട് എടുക്കും. പക്ഷേ ജൈവവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വളത്തെ സൂക്ഷ്മജീവികൾ പ്രവർത്തിച്ച് ചെടിക്ക് കൊടുക്കത്തക്ക ആക്കിയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജൈവവളങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് മണ്ണിൽ സൂക്ഷ്മജീവികൾ വളരെയധികം വേണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജൈവവളം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ ഈർപ്പം പിടിച്ചു വെക്കാനും, അതുപോലെ സൂക്ഷ്മജീവികൾക്ക് വളരാനും, വെള്ളത്തെ പിടിച്ചു വെക്കാനും, അതുപോലെ വേരോട്ടം, നല്ല രീതിയിൽ വേരോട്ടം നടക്കാനും എല്ലാം നമ്മൾ എപ്പോഴും നമ്മുടെ മണ്ണിൽ ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കണം. മാക്സിമം എത്രത്തോളം ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കാമോ അത്രത്തോളം നല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ ഒരു 3% ജൈവാംശം വേണം. എന്നാൽ നമുക്ക് ഇപ്പോൾ ഉള്ളത് 0.5% താഴെയാണ്. അപ്പോൾ നമ്മുടെ മണ്ണ് അതുകൊണ്ടാണ് കല്ല് പോലിരിക്കണം. മണ്ണ് നല്ല രീതിയിൽ സോഫ്റ്റ് ആകണമെങ്കിൽ, നല്ല സ്പോഞ്ചി ആകണമെങ്കിൽ നമ്മൾ മണ്ണിൽ എത്രത്തോളം ജൈവാംശം കൊടുക്കണോ അത്രത്തോളം മണ്ണ് സ്പോഞ്ചിയാവും. അവിടെ അത്രത്തോളം മൈക്രോബ്സ് വളരും. നമ്മളുടെ മണ്ണിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സൂക്ഷ്മ ജീവികൾ പലതും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ അശ്രദ്ധ മൂലം, പല രീതിയിലുള്ള രാസവളങ്ങളുടെ പ്രയോഗം മൂലവും, അതുപോലെ തന്നെ കീടനാശിനികൾ, രാസകീടനാശിനികൾ, അതുപോലെ പല പദാർത്ഥങ്ങളും മണ്ണിലിട്ടും എല്ലാം നമ്മൾ നമ്മുടെ ജൈവാംശത്തെയും സൂക്ഷ്മ ജീവികളെയും മണ്ണിനെ ഉൾപ്പെടെയും നശിപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശരിക്കും നമ്മൾ എന്തൊരു വിള വെച്ചാലും അതിൽ നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകത്തത്. കായ്ഫലം ഉണ്ടാകണമെങ്കിൽ അവിടെ നല്ല ഒരു എക്കോസിസ്റ്റം ഉണ്ടാകണം. അപ്പം ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇതുപോലെ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൂക്ഷ്മ മൂലകങ്ങൾ ഇവയെല്ലാം നമുക്ക് ഒരു ചെടിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്കറിയാം ഈ നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ ആ രീതിയിൽ കൃഷി ചെയ്യുന്നവർക്ക് നമുക്ക് നൈട്രജനെ, അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ യൗഗീകരിച്ച് ചെടികൾക്ക് കൊടുക്കുന്ന ചില ജീവാണുക്കൾ. അപ്പോൾ ആ ജീവാണുക്കളെ നമ്മൾ മണ്ണിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ ശരിക്കും പറഞ്ഞാൽ 78% നൈട്രജൻ ഉണ്ട്. ആ നൈട്രജനെ നമുക്ക് വേണ്ടതും ഏറ്റവും പ്രാധാന്യമുള്ള മൂലകവും നൈട്രജൻ. ആ നൈട്രജനെ ജൈവ കൃഷി ചെയ്യുന്നവർക്ക് ജൈവ വളത്തിൽ അതിൽ നമ്മുടെ മണ്ണിൽ ഇട്ട് കൊടുത്താൽ ആ നൈട്രജനെ മണ്ണിലേക്ക് ചെടികൾക്ക് കൊടുക്കത്തക്ക രീതിയിൽ കിട്ടും. അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റിയ വളങ്ങൾ എന്നാണ് അതിന് പറയുന്നത്. അതൊരു പ്രത്യേകതരം വളമാണ്. അത് ജീവാണുക്കളാണ് ആ വളങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനത്തെ ജീവാണു വളങ്ങളിൽ ഏറ്റവും പ്രധാന നൈട്രജനെ നമുക്ക് കൊടുക്കുന്ന വളമാണ് SPCയുടെ റാപ്പിഡ് ഗ്രോത്ത്. അതായത് അസോസ്ഫൈറിലിയം എന്നുള്ള ഒരു ബാക്ടീരിയയാണത്. അതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലെ നൈട്രജനെ വലിച്ചെടുത്ത് മണ്ണിൽ ചേർത്ത് ചെടികൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ കൊടുക്കുന്നു. ഇത് നമ്മൾ മണ്ണിൽ കൊടുക്കുന്നത് 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ എടുത്തിട്ട് ആ നമ്മുടെ തെങ്ങിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഏകദേശം ആ ഒരു മണ്ണ് നനയത്തക്ക രീതിയിൽ. പക്ഷേ കൊടുക്കുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത് ആ അല്പമെങ്കിലും ജൈവാംശം മണ്ണിൽ വേണം. രണ്ടാമത്തെ കാര്യം നമ്മൾ ഭയങ്കര ചൂടുള്ളപ്പം കൊടുക്കാൻ പാടില്ല. മണ്ണിലൊരു നനവും വേണം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ എടുക്കുന്ന വെള്ളം ഒരിക്കലും ക്ലോറിനൈസ്, അമോണിയ അങ്ങനെ ഒന്നും ഉള്ളതായിരിക്കരുത്. കിണറ്റിലെയോ കുളത്തിലെയോ നല്ല വെള്ളത്തിൽ 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ നമ്മുടെ റാപ്പിഡ് ഗ്രോത്ത് കലർത്തിയിട്ട് ചെടികളുടെ ചുറ്റും ആ മണ്ണിലും എല്ലാം ഇട്ട് കൊടുത്താൽ
നൈട്രജൻ, ഞാൻ നേരത്തെ നൈട്രജൻ കിട്ടും. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫോസ്ഫറസ് ഉണ്ട്. ഫോസ്ഫറസ് നമ്മുടെ മണ്ണിൽ ഒരുപാടുണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോസ്ഫറസ് അലേയമായി കിടക്കുകയാണ്, ലയിക്കാതെ. അത് മണ്ണിൽ ലയിക്കാതെ അവിടെ എവിടെയും കിടക്കുന്നുണ്ട്. പക്ഷേ ഈ അലേയമായി കിടക്കുന്ന ഫോസ്ഫറസിനെ ചെടികൾക്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ അലേയമായി കിടക്കുന്ന ഫോസ്ഫറസിനെ ചെടികൾക്ക് എടുക്കത്തക്ക രീതിയിലാക്കി കൊടുക്കുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. അതാണ് ഇക്കോവിറ്റ എന്ന് പറയുന്നത്. അതായത് ഫോസ്ഫോ ബാക്ടീരിയ എന്നും പറയും. ആ ബാക്ടീരിയയാണ് ഇക്കോവിറ്റ SPCയുടെ. ഇത് നമ്മൾ മണ്ണിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അലയമായി കിടക്കുന്ന ഫോസ്ഫറസിനെ ലയിപ്പിച്ച് ചെടികൾക്ക് കൊടുക്കത്തക്ക രീതിയിൽ ആക്കി ചെടികൾക്ക് എടുക്കാൻ പറ്റുന്നു. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് പൊട്ടാഷ്യം. അപ്പോൾ പൊട്ടാസ്യത്തിനും ഇതുപോലെ തന്നെ ഒരു ബാക്ടീരിയ ഉണ്ട്. അതായത് പൊട്ടാഷ് മൊബിലൈസിങ് ബാക്ടീരിയ, അതായത് K പവർ ബൂസ്റ്റ് ആണ്. ഈ K പവർ ബൂസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളിൽ ദൂരെയൊക്കെ കിടക്കുന്ന പൊട്ടാസ്യത്തിനെ ചെടികളുടെ വേരുകളിൽ എത്തിച്ചു കൊടുത്ത് ചെടികൾക്ക് കൊടുക്കത്തക്ക രീതിയിലാക്കുന്ന ഒരു ബാക്ടീരിയയാണ് K പവർ ബൂസ്റ്റ്. ഇതും ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരു 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയാണ് ഞാൻ പറയുന്നത്. ഒഴിച്ചിട്ട് ആ ചെടിയുടെ ചോട്ടിലും അതുപോലെ ആ മണ്ണിലും ഒക്കെ ജൈവാംശമുള്ള മണ്ണിലെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ വളർന്നോളൂ എന്ന് മാത്രമല്ല, ധാരാളം പെട്ടെന്ന് ചെടികൾക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ചെടികളിൽ മണ്ണിലൊരു സ്പോഞ്ചി, അതായത് ചെടികൾ മണ്ണ് കട്ടിയാകാതിരിക്കുന്നു. അതുപോലെ തന്നെ അവിടെ ധാരാളം സൂക്ഷ്മജീവികൾക്ക് വളരാനുള്ള ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കാനും ഈ രീതി കൊണ്ട് സാധിക്കുന്നു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതുപോലെ ജീവാണുക്കളെ മണ്ണിലേക്ക് കൊടുക്കുമ്പോൾ രാസവളം ഉടൻ കൊടുക്കാൻ പാടില്ല. ഒരു 10 ദിവസമെങ്കിലും ഗ്യാപ്പിൽ മാത്രമേ രാസവളം അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ജീവാണുമാണ്, ഒരു ജീവനുള്ള വസ്തുവാണ്. അതുകൊണ്ട് തന്നെ അത് ചത്തുപോകും. അതുപോലെ തന്നെ ഒരു മണ്ണിനൊരു ഈർപ്പം വേണം. അതേപോലെ പ്രധാനമായിട്ട് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ള മണ്ണിൻ്റെ pH, അതായത് pH ബാലൻസ് ചെയ്തിരിക്കണം. നമ്മൾ pH ബൂസ്റ്റർ കൊടുത്താണ് സാധാരണ നമ്മൾ pH ബാലൻസ് ചെയ്യേണ്ടത്. കാരണം പണ്ട് മുതലേ കുമ്മായം ഇട്ടായിരുന്നു പലരും ചെയ്തുകൊണ്ടിരുന്നത്. കുമ്മായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മജീവി, മണ്ണിലെ ഉൾപ്പെടെ ഉള്ള എല്ലാ സൂക്ഷ്മജീവികളെയും നശിപ്പിക്കുന്നു. മാത്രമല്ല ഓൾറെഡി കിടക്കുന്ന വളത്തെ നിർവീര്യമാക്കുന്നു, മൈക്രോബ്സിനെ എല്ലാം കൊല്ലുന്നു. മാത്രമല്ല ഏതാണ്ട് ഒരു 45 ദിവസം മാത്രമേ pHനെ അവിടെ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മൾ കടലിലെ മുരിങ്ങക്കക്ക ചേർത്ത pH ബൂസ്റ്റർ കൊടുത്താൽ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 1-1.5 വർഷത്തോളം മണ്ണിൻ്റെ pH ബാലൻസ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ അവിടെ മൈക്രോബ്സ് വളരുന്നു. നമ്മൾ ഇടുന്ന ഈ ജൈവാംശവും വളവും എല്ലാം നല്ല രീതിയിൽ ചെടികളിലേക്ക് എടുക്കാൻ തക്ക രീതിയിലാക്കാനും സാധിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആദ്യമേ ചെടി നട്ട ശേഷം കൊടുത്ത് ഒരുവിധം ആക്കേണ്ടത്. നമ്മൾ മെയ് മാസമാണ് നമ്മൾ നട്ടതെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസം ആദ്യത്തെ ഒരു വളം ഇട്ട് കൊടുക്കണം. അത് കൊടുക്കേണ്ടത് 1/2 കിലോ pH നോക്കിയിട്ട് 1/2 കിലോ ബയോ പവറും 1/2 കിലോ ബയോഗ്രീനും ഇട്ട് കൊടുക്കുക. അത്രയും കൊടുത്ത് അതാണ് രണ്ടാമത് വളം. ഓരോ തവണ നമ്മൾ ചെടി വളരുന്നതനുസരിച്ച് ചെടികളുടെ വളപ്രയോഗം വളരെയധികം ശ്രദ്ധിക്കണം. ഇനിയിപ്പം തന്നെ ഏതാണ്ട് കുറേ ഇനങ്ങളുണ്ട്. നമ്മുടെ പഴയ ഇനമുണ്ട്, പുതിയ ഇനമുണ്ട്. ആ ഇനങ്ങളെക്കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ സങ്കര ഇനങ്ങളുണ്ട്. സങ്കര ഇനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D/T എന്നുള്ള ഇനമാണ് സങ്കരം എന്ന് പറയുന്നത്. നെടിയ ഇനോ കുറിയ ഇനോ അതാണ് T/D. അപ്പോൾ ആ ഇനങ്ങളിൽ തന്നെ ഉള്ളത് കുറേ ഇനമുണ്ട്. പക്ഷേ ചിലത് നമ്മുടെ മണ്ണിന് യോജിച്ചതല്ല, മറ്റത് നമ്മുടെ മണ്ണിന് യോജിച്ചതാണ്. ശരിക്കും ഗംഗാബോണ്ടം പോലെയുള്ള തെങ്ങുകൾ കാണിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അതിൽ അത് ആന്ധ്രാപ്രദേശ് പോലെയുള്ള സ്ഥലത്തിലാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്നാണ്. കാര്യം അത് തേങ്ങായി വലുതാണ്, മധുരമുള്ള ഇതുണ്ട്. പക്ഷേ അതിന് നമ്മുടെ മണ്ണുമായിട്ട് അത്രയ്ക്ക് അനുയോജ്യമല്ലെന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇനങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പറയാം. അപ്പോൾ D/T എന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ ഇനം ആണ് പറയുന്നത് കുറിയ ഇനം. അതായത് മാതൃവൃക്ഷം ചെറുതുമായിരിക്കും, അതിൽ മറ്റേ നമ്മൾ പോളിനേഷൻ നടത്തുന്നത് വലിയ ഇനമായിരിക്കും. അതാണ് D/T, ദ്വാർഫും തോളും. അപ്പോൾ അങ്ങനത്തെ ഇനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനങ്ങൾ പറയാം. കൽപ്പ സങ്കര എന്ന് പറയുന്ന ഇനമുണ്ട്. അതുപോലെ ചന്ദ്രസങ്കര, അതുപോലെ ചന്ദ്രലക്ഷ എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷദ്വീപിൽ നിന്ന് വരുന്ന ഒരു നല്ല വെറൈറ്റി നെടിയ ഇനത്തിൻ്റെ കൂടെ
നമ്മുടെ കുറിയനം കൂടി കൂട്ടി ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ കേര സങ്കര, അതുപോലെ തന്നെ കൽപ്പസമൃദ്ധി, കൽപ്പശ്രേഷ്ഠ, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ നല്ല ചെറിയ ഇനങ്ങൾ ഉള്ള തെങ്ങുകളാണ്. അതുപോലെ തന്നെ നമുക്ക് അറിയാം, ഈ തെങ്ങിനെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കാറ്റുവീഴ്ച. കാറ്റുവീഴ്ചയ്ക്ക് ഇതുവരെ ഒരു നല്ല രീതിയിലുള്ള ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ശരിക്കും ഇത് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിലാണ് ആദ്യമായിട്ട് ഈ കാറ്റുവീഴ്ച കണ്ടത്. അതിനുശേഷം അത് പടർന്നു പിടിച്ച് അത് ഒരുപാട് സ്ഥലത്തേക്ക്. മറ്റേ കാറ്റുവീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മണ്ണിൽ കൂടെയോ അന്തരീക്ഷത്തിൽ കൂടെയോ കാറ്റിൽ കൂടെയോ ഒന്നും പകരുകയില്ല. ഇത് ഇലച്ചാടി, അതുപോലെ തന്നെ റേന്ത ഉള്ള ഒരുതരം ഒരു പ്രാണിയുണ്ട്, ഒരു ഇൻസെക്റ്റ്. അതിൽ ആ 2 സാധനങ്ങളാണ് ഈ കാറ്റുവീഴ്ചനെ ഒരു ചെടിയിൽ നിന്ന് മറ്റേ ചെടിയിലേക്ക് പടർത്തുന്നത്. അപ്പോൾ ഈ കാറ്റുവീഴ്ച വന്നു കഴിഞ്ഞാൽ ശരിക്കും വേറൊരു പ്രതിരോധം ഇന്നുവരെ ശരിക്കുള്ള രീതി കണ്ടിട്ടില്ല. നമ്മൾ ആരോഗ്യത്തോടെ നോക്കണം എന്നാണ് പറയുന്നത്. ഇപ്പം പറയണത് ഒരു വർഷത്തിൽ 10 തെങ്ങെങ്കിലും ഇല്ലാതെ നിൽക്കുന്ന കാറ്റുവീഴ്ചയുള്ള തെങ്ങുകളെ നിർബന്ധമായിട്ടും വെട്ടിക്കളയണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം വെട്ടിയിട്ട് മാത്രമല്ല, അതിൻ്റെ ഭാഗങ്ങൾ കത്തിച്ചു കൂടി കളയണം. പിന്നെ കാറ്റുവീഴ്ചയെ പ്രതിരോധിക്കുന്ന ഇനങ്ങളുണ്ട്. അതാണ് കേരശ്രീ, കേര സൗഭാഗ്യ, കേരഗംഗ, അനന്തഗംഗ. അതുപോലെ തന്നെ അതെല്ലാം ഞാൻ പറഞ്ഞ T*D ആണ്. അതായത് ടോളും ദ്വാർഫും കൂടി കൂടിയ ഇനം. അതായത് തീരെ ചെറുതായിരിക്കില്ല, അതിൻ്റെ മാതൃസസ്യം ടോളായിരിക്കും, നമ്മൾ കൊണ്ടുപോയി വെക്കുന്നത് ദ്വാർഫായിരിക്കും. ആ ഇനമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കേരശ്രീ, കേര സൗഭാഗ്യ, കേരഗംഗ, അനന്തഗംഗ എന്നാണ്. എന്നാൽ D*T ഉണ്ട്. D*T ആണ് എപ്പോഴും നല്ലതല്ല. അത് തീരെ ചെറുതായിരിക്കും, വളരെ നമുക്ക് തന്നെ ഇങ്ങനെ കൈകൊണ്ട് എടുക്കാതെ വളരെ ചെറുതായിരിക്കും. അതായത് ഡ്വാർഫിലാണ് നമ്മളിത് പോളിനേഷൻ നടത്തി ചെയ്യുന്ന. അത്തരം ഈ ശരിക്കും പറഞ്ഞാൽ ഈ കാറ്റുവീഴ്ച രോഗത്തെ പ്രതിരോധിക്കുന്ന ഇനം കണ്ടുപിടിച്ചതാണ് ലക്ഷഗംഗ. അത് ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷദ്വീപിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേക നെടിയ ഇനം തെങ്ങിൻ്റെ പോളിനേഷൻ നടത്തി വരുന്നതാണ്. അപ്പം ഇനിയിപ്പോൾ നമുക്കറിയാം, നമ്മൾ പരമ്പരാഗതമായിട്ട് നമുക്ക് തെങ്ങുകളുണ്ടായിരുന്നു. ആ ഇനത്തിൽപ്പെട്ട തെങ്ങുകളുണ്ടായിരുന്നു. അതായത് പൊക്കമുള്ള വലിയ തെങ്ങുകൾ. നമുക്കറിയാം, ഒരു തെങ്ങിന് ഏതാണ്ട് ഒരു 80 വർഷം അതിന് ആയുസുണ്ട്. അത്രയും നാളത് വളർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ 3-4 വർഷം ഒരു തെങ്ങിനെ നല്ല ആരോഗ്യത്തോടെ വളർത്തണം. കാരണം ആ ആദ്യത്തെ അത്രയും വർഷത്തെ ആരോഗ്യം അനുസരിച്ചാണ് ചെടിയിൽ പിൽക്കാലത്ത് കായ്ഫലം ഉണ്ടാകുന്നത്. അപ്പം വളരെ വളം കൊടുക്കാതെ, അതുപോലെ പോഷണം ഒന്നും ഇല്ലാതെ അതൊക്കെ ശോഷിച്ച് നിൽക്കുകയാണെങ്കിൽ ചെടിക്ക് നല്ല രീതിയിലുള്ള വളർച്ച കിട്ടാതെയും പിൽക്കാലത്ത്, ഞാൻ പറഞ്ഞില്ലേ 80 വർഷം വരെ വരണ്ട, പിൽക്കാലത്ത് അതിന് ശോഷണം സംഭവിക്കുക, രോഗകീടബാധകൾ പെട്ടെന്ന് വരാനുള്ള ചാൻസും വരും. പിന്നെ പരമ്പരാഗതമായിട്ടുള്ള നാടൻ ഇനങ്ങളുണ്ട്. അതായത് ചന്ദ്രകൽപ്പ, കേരചന്ദ്ര, അതുപോലെ തന്നെ കൽപ്പപ്രതിഭ, കൽപ്പധേനു, കൽപ്പമിത്ര, കൽപ്പതാരു, കേരകേരളം, അതേപോലെ തന്നെ കൽപ്പഹരിത. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഉള്ള വലിയ ഇനം നെടിയ ഇനം തെങ്ങുകളാണ്. അത് ഒക്കെ വർഷങ്ങളോളം നിൽക്കും. അന്നൊന്നും ഇത്രയും കേടില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഇത്രയും ശല്യാക്രമണവും അതുപോലെ കേടുമൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഈ സങ്കര ഇനങ്ങൾ വന്നപ്പോഴത്തേക്കും പൊക്കം കുറവായതുകൊണ്ട് തന്നെ ഇതുങ്ങൾക്ക് ആക്സസ് അത് വന്ന് നശിപ്പിക്കാനുള്ള ചാൻസ് കൂടുതൽ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു തെങ്ങിൽ ഈ ഒരു ചെല്ലിയോ അതുപോലെയല്ലോ വന്നു കഴിഞ്ഞാൽ ആ തെങ്ങിൽ നിന്ന് ആ തെങ്ങ് മറിയുമ്പോൾ ഒരു 10-300 അതിൻ്റെ പുഴുക്കൾ അതിൽ നിന്ന് പുറത്തോട്ട് വരും. ആ പുഴുക്കളെല്ലാം ഒരു ഏരിയ മുഴുവനുള്ള സ്ഥലത്തെ നശിപ്പിക്കുക. അതുകൊണ്ട് പലരോടും ഏറ്റവും പ്രധാനം, ഏതെങ്കിലും ഒരെണ്ണം ഒരു ചെമ്പൻചെല്ലി വന്ന് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തെങ്ങ് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിനെ നിങ്ങൾ കത്തിച്ചു കളയണം. ഇനിയിപ്പോൾ കത്തിച്ചു കളയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആ ഹോളിലോട്ട് നല്ല രീതിയിൽ മണ്ണെണ്ണയെങ്കിലും ഒഴിച്ചു അതിനെ കൊന്നു കളയണം. ആ പ്യൂപ്പ, ലാർവ, മുട്ട ആ സ്റ്റേജിലുള്ള, അല്ലെങ്കിൽ ആ സാധനം ചെല്ലി ആക്രമിച്ച
തെങ്ങ് മറിഞ്ഞ് വീഴുമ്പോൾ ഇതിനകത്തെ എല്ലാം ആ മെച്ചുറായി ആ ഭാഗത്തെ മുഴുവൻ തെങ്ങുകളെയും ഒരുപോലെ ആക്രമിക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ടും അങ്ങനെ ചെയ്യണം. ഇനിയിപ്പം വളപ്രയോഗത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓരോ വളർച്ചാഘട്ടത്തിലും അതിൻ്റെ വളം കൂട്ടി കൊടുക്കണം. ഇനിയിപ്പം 3 വർഷമാകുമ്പോൾ കായ്ക്കുന്ന തെങ്ങുകൾക്കാണ് 2.5 വർഷമാകുമ്പോൾ തന്നെ നമുക്ക് ചെടികളിൽ SPC അമിനോ മൈക്രോ സീവീഡ് ജെല്ല് കോംബോ ആയിട്ട് തന്നെ കൊടുക്കണം. അത് 3ഉം കൂടി 2:2:2 എന്ന അനുപാതത്തിൽ 1 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ചെടിയുടെ ചോട് നനയത്തക്ക രീതിയിൽ ആദ്യം ഒന്ന് കൊടുക്കുക. 10 ദിവസം കഴിയുമ്പോൾ ഒരിക്കൽ കൂടി കൊടുക്കുക. അപ്പോൾ ചെടിയിൽ നല്ല രീതിയിൽ പൂക്കുകയും അതോടൊപ്പം തന്നെ പൂക്കളെല്ലാം കായാകുകയും ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇങ്ങനെ ചെയ്യുന്നത് മൂലം തെങ്ങിന് ആവശ്യമായ സൂക്ഷ്മ മൂലകങ്ങൾ കിട്ടുകയും ചെടിയിൽ ധാരാളം മച്ചിങ്ങ പിടിക്കുകയും ചെയ്യും. അത് പൊഴിഞ്ഞു പോകാതെ അത് കായാകി തീരുകയും ചെയ്യും. ഇപ്പം തെങ്ങിൽ വരുന്ന രോഗങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം ഏറ്റവും പ്രധാനം കാറ്റുവീഴ്ച. ഇതാണ് കാറ്റുവീഴ്ചയുടെ ചിത്രം. വീഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതുപോലെ കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ ആദ്യമായിട്ട് കണ്ടു. അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ ഒരുവിധം എല്ലായിടത്തും ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകമായിട്ട് ഒരു രീതിയും ചെയ്തിട്ട് വലിയ ഗുണം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെടിയെ നല്ല രീതിയിൽ സംരക്ഷിക്കുക, അതോടെ തന്നെ ആരോഗ്യത്തോടെ ആക്കുക. ആദ്യത്തെ ഒരു വർഷം 40% അതിൻ്റെ ഈൽഡ് കുറയും. പിന്നെ ഒരു 70% കുറയും. പതുക്കെ കുറഞ്ഞു വരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഇത്. അപ്പോൾ കാറ്റുവീഴ്ച വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്ന് പുൽച്ചാടി പോലത്തെ സാധനം വന്ന് എല്ലാത്തിലേക്കും അത് അത്ര പെട്ടെന്ന് പകരുകയല്ല. ഈ മണ്ണിൽ കൂടിയോ വെള്ളത്തിൽ കൂടിയോ ഒന്നും വരില്ല. ഈ സാധനം വന്നാണ് മറ്റേതിലേക്ക് പകർത്തുന്നത്. ഇനി അടുത്ത വീഴ്ചയെ പ്രതിരോധിക്കുന്ന ചില ഇനങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ വാങ്ങി വെക്കുക. അതായത് കാർഷിക സർവകലാശാലയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് വിശ്വാസമുള്ളിടത്തുനിന്ന് മേടിച്ചു വെക്കുക. അതാണ് കൽപ്പരക്ഷ, കൽപ്പശ്രീ, കൽപ്പസങ്കര. അപ്പം ഇനി അടുത്ത രോഗമാണ് ഓല ചീയൽ. ഓലചീയൽ, അതായത് കാറ്റുവീഴ്ച ബാധിച്ച് ഏതാണ്ട് 65% തെങ്ങുകളിൽ ഓലചീയൽ രോഗം കാണപ്പെടുന്നുണ്ട്. അതായത് കാറ്റുവീഴ്ചയോടൊപ്പം തന്നെ ഓലചീയലും കൂടി വരുമ്പോൾ ഓലയുടെ ഉപരിതല വിസ്തീർണം കുറയുകയും ഉൽപാദനം വളരെ കുറയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ തെങ്ങുകൾ തന്നെ അതിൻ്റെ ചീഞ്ഞ് അഴുകി അത് നശിച്ചു പോകുന്നു ഓലകൾ. അതാണ് ഇതിൻ്റെ ലക്ഷണം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂസേറിയം പോലെ പലതരം കുമിളുകളാണ് ഇത് ഉണ്ടാക്കുന്നത്. കാലവർഷത്തിൽ ഇത് പെട്ടെന്ന് കൂടി വരുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട്. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മിത്ര ജീവാണുക്കളായ സ്യൂഡോഗ്രോ, അതോടൊപ്പം തന്നെ ബാസിലസ് സബ്സ്റ്റിലസ് എന്നറിയപ്പെടുന്ന നമ്മുടെ ഗ്രോഗാർഡ്, ഇത് രണ്ടും കൂടി നമ്മൾ 15 ml വെച്ച് 1/2 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. എന്നിട്ട് അതിൻ്റെ കൂമ്പിൽ ഒഴിച്ചു കൊടുക്കുക, ഇലയിലൊക്കെ തളിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് മാറുന്നതായിരിക്കും. അടുത്ത രോഗമാണ് കൂമ്പ് ചീയൽ. തെങ്ങിനെ ബാധിക്കുന്ന ഒരു മാരകമായ കുമിൾ രോഗമാണ് ഈ കൂമ്പ് ചീയൽ. അതായത് നാമ്പോല വിളറി വാടി തൂങ്ങുന്നതാണ് ആദ്യ ലക്ഷണം. അത് കഴിഞ്ഞ് വാടിയ നാമ്പോലകൾ ഒടിഞ്ഞ് തൂങ്ങി താഴോട്ട് വരികയും നമ്മളൊന്ന് വലിച്ചു കഴിഞ്ഞാൽ അത് ഊരി വരികയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനത്തെയുള്ള ഈ നാമ്പോലകളുടെ അടിയിലേക്ക് അഴുകി ആ ചെടി തന്നെ ദുർഗന്ധം വമിച്ച് ഉണങ്ങിപ്പോവുകയാണ് സാധാരണയായിട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് വഴി പടരുന്ന ഒരു രോഗമാണിത്. ഇതിന് മാത്രമല്ല ഈ കുമിളുകളെ മനുഷ്യരുടെ പണിയായുധങ്ങൾ വഴിയോ അതല്ലെങ്കിൽ മഴവെള്ളത്തിലൂടെയോ അല്ലെ ഷഡ്പഥങ്ങളോ ഒച്ച് അതൊക്കെ കൂടി ഇതൊരു മാധ്യമമാവുന്നുണ്ട് ഇത് പകരാനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെയാണ് ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടാകുന്നത്. ഈ ചെല്ലി ഉണ്ടാക്കിയ തുളകളിൽ കൂടി ഇത് വന്ന് നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ല മാർഗം ഹോമിയോ അഗ്രോ കെയർ തന്നെയാണ്. ഇതിന് 2 ഗ്രാം ഹോമിയോ അഗ്രോ കെയർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഈ കൂമ്പുകളിൽ ഒഴിക്കുകയും അതോടൊപ്പം തന്നെ പറ്റുമെങ്കിൽ വേരുകളിൽ നമ്മൾ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. അതോടൊപ്പം ഇതിന് മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് നമുക്ക് 2 മൺസൂണിന് മുമ്പ് തന്നെ നമ്മൾ QR+ 3 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ ചെടികളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇത് വരാതിരിക്കാനായിട്ട് സഹായിക്കും.
അടുത്തത് തഞ്ചാവൂർ വട്ടം. ഇതൊരു തരം കുമിളുകൾ പരത്തുന്ന രോഗമാണ്. വേരുകൾ ചീഞ്ഞു പോകുന്നതാണ് ആദ്യ ലക്ഷണം. എന്നാൽ ഓലകൾ മഞ്ഞളിച്ച് വാടി തൂങ്ങി അപ്പോഴാണ് കർഷകർ ഇത് മനസ്സിലാക്കുന്നത്. അതുപോലെ തേങ്ങയെല്ലാം പൊഴിഞ്ഞ് നശിച്ചു പോകും. ഇപ്പോൾ ട്രൈക്കോ കെയർ സമ്പുഷ്ടീകരിച്ച നമ്മുടെ ഭൂമിത്രയോ അല്ലെങ്കിൽ ഉണങ്ങിയ ചാണകമോ ഇതിന് നമുക്ക് നല്ല പ്രതിവിധിയാണ്. ഇനി അടുത്തതാണ് ഇലപ്പുള്ളി രോഗം. ഇതൊരു കുമിൾ രോഗമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പുറം നിരകളിലെ ഓലകളിലാണ് പ്രധാനമായിട്ട് ഈ രോഗം ബാധിക്കുന്നത്. ഓലകളിൽ ആദ്യമേ ചെറിയ മഞ്ഞ കുത്തുകളായിട്ട് തുടങ്ങിയിട്ട് അത് കണ്ണിൻ്റെ ആകൃതിയിൽ ഒരു മഞ്ഞ വലയമായിട്ട് തവിട്ട് പൊട്ടുകളുമായിട്ട് അത് ആ ചെടിയുടെ ഓലകളിൽ കരിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ പുറം ഭാഗത്തെ ഓലകൾ വെട്ടി കത്തിച്ച് നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി അടുത്തതാണ് ചെന്നീരൊലിപ്പ്. തെങ്ങ് കൃഷിയിലെ എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും കാണുന്ന ഒരു കുമിൾ രോഗമാണ് ചെന്നീരൊലിപ്പ്. കേരളത്തിലാണെങ്കിൽ വടക്കൻ ജില്ലകളിൽ ചെന്നീരൊലിപ്പ് കൂടുതലും കാണപ്പെടുന്നുണ്ട്. അതായത് തെങ്ങിൻ്റെ തടിയിൽ രൂപം കൊള്ളുന്ന ചെറിയ വിള്ളലുകളിലൂടെ ഒരു തവിട്ട് കലർന്ന ചുവന്ന നിറത്തിലുള്ള ദ്രാവകം ഊറി വരുന്നതാണ് ആദ്യ ലക്ഷണം. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തെ തൊലി ചെത്തി മാറ്റിയാൽ ഉള്ളിലേക്കുള്ള തടി ചീഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ രോഗം രൂക്ഷമാകുന്നതിനോടെ തെങ്ങിൻ്റെ ആരോഗ്യം ക്ഷയിച്ച് മഞ്ഞളിച്ച് ആ തെങ്ങ് തന്നെ അങ്ങ് നശിച്ചു. മണ്ണിലുള്ള രോഗാണു തടിയിലുണ്ടാകുന്ന വിള്ളലിലൂടെ അതിലെ മുറിവിലൂടെയൊക്കെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിനാൽ തെങ്ങിൻ്റെ തടിയിൽ മുറിവുകൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ തടിയോട് ചേർത്ത് തീയിടാതിരിക്കുക. വേനൽക്കാലത്ത് നല്ല ജലസേചനവും മഴക്കാലത്ത് നീർവാർച്ച ഉറപ്പുവരുത്തുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ നീരൊലിക്കുന്ന ഭാഗത്ത് ട്രൈക്കോ കെയർ നമുക്ക് കുഴമ്പ് കുറച്ച് പുരട്ടി കൊടുക്കുക. അതുപോലെ തന്നെ ട്രൈക്കോ കെയർ സമ്പുഷ്ടീകരിച്ച ഭൂമിത്രയോ അല്ലെങ്കിൽ ചാണകമോ ചോട്ടിലിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത ഒരു മെത്തേഡാണ് നമ്മുടെ ഹോമിയോ അഗ്രോ കെയർ. അത് നമ്മൾ ആ മുറിവുപാട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് അവിടേക്ക് ഹോമിയോ അഗ്രോ കെയർ 2 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ കലക്കിയിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ആ സൊല്യൂഷനിൽ നമ്മൾ പുറ്റുമണൽ, അതായത് ചിതൽപുറ്റിൻ്റെ മണൽ കുഴച്ചിട്ട് ആ മുറിവ് നല്ല രീതിയിൽ മൂടിക്കൊടുക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു രീതിയാണ് നമ്മൾ ആ മുറിവുപാട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത ശേഷം അവിടെ ബോർഡോ കുഴമ്പ് തേച്ച് കൊടുക്കുക. അതിനുശേഷം SPC QR+ 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ എടുത്തിട്ട് ആ ചെടിയിൽ 4 ദിവസത്തിന് ശേഷം ആ ഭാഗത്തേക്ക് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചോട്ടിലും കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കോൾട്ടാർ, അതായത് ടാറ് ചൂടാക്കിയിട്ട് ആ വൂണ്ട് മൂടിക്കൊടുക്കുക. ഇതും നല്ല ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും രീതിയിലൂടെയൊക്കെ നമുക്ക് ചെന്നീരൊലിപ്പിനെ മാറ്റാനായിട്ട് സാധിക്കും. ഇത്രയാണ് പ്രധാനമായിട്ട് ചെടികളിൽ വരുന്ന രോഗങ്ങൾ. ഇനിയിപ്പം പ്രധാനമായിട്ടുള്ള കീടങ്ങൾ എന്താണെന്ന് നോക്കാം. കീടങ്ങളിൽ ഏറ്റവും പ്രധാനം ആയിട്ടുള്ളതാണ് ചെല്ലി, അല്ലേ? ശരിക്കും എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചെറിയ ഇനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മധുരം. അതിൻ്റെ ആ തളിറിന് മുഴുവൻ നല്ല മധുരമുണ്ട്. അതോടെ തന്നെ കട്ടിയും സോഫ്റ്റാണ്. അതുകൊണ്ടാണ് ഇത്ര ആക്രമണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരിടത്ത് ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അത് ആ മരം, ആ തെങ്ങ് അങ്ങ് നശിച്ച് താഴെ വീഴുമ്പോൾ ഈ 100-300 പുഴുക്കൾ അതിൻ്റെ മെച്ചുവറായിട്ട് പുറത്തോട്ട് വരും. അപ്പം ഇതുപോലെ ആ ഒരു തോട്ടമാണ്, ആ തോട്ടം കംപ്ലീറ്റ് നശിപ്പിക്കാനായിട്ട് ഈ ഒരൊറ്റ സാധനം മതി. നമ്മൾ തുടക്കത്തിലെ തന്നെ കൊടുക്കുമ്പോൾ ആ മുരിങ്ങക്കോല് പോലുള്ള ആ നല്ല കൂമ്പിൽ ഒരു 30 ml 2 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ എടുത്തിട്ട് ആ മുഴുവൻ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതൊരു മെത്തേഡ്. പിന്നെ തളിരിലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിലാണ്. അതായത് നമ്മൾ 1.5 അടി അകലത്തിൽ തെങ്ങിൽ നിന്ന് കുഴിച്ച് നോക്കുമ്പോൾ ഒരു നല്ല വേരാണ്, ഒരു ബ്രൗൺ കളറിലുള്ള വേരുണ്ടാവും. അതായത് പെൻസിൽ പോലെ അതിൻ്റെ അകത്ത് ഒരു നാരും കാണും. ആ വേരിലാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഈ 2 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ എടുത്തിട്ട് ഒരു 300 ml ഒരു നല്ല പ്ലാസ്റ്റിക് കവറിൽ എടുക്കുക, അല്ലെങ്കിൽ നല്ല കുപ്പി ആയാലും മതി. എന്നിട്ട് ഈ വേര് ഒരു 45 ഡിഗ്രിയിൽ ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യണം. ഒരിക്കലും വേരിന് ചതവൊന്നും പാടില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള വേരായിരിക്കണം, അത്രയും വണ്ണം ഉള്ളതും ആയിരിക്കണം. എന്നിട്ട്
അതിൽ നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ ഇതുപോലെ ഒഴിച്ചിട്ട് ഈ നമ്മുടെ സൊല്യൂഷൻ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ കെട്ടി കൊടുക്കുക. ആ തുമ്പ് ഭാഗം എപ്പോഴും ഈ വെള്ളത്തിൽ മുങ്ങി, അതായത് പ്ലാസ്റ്റിക് കവറിൻ്റെ മൂലയിൽ താഴെ ആയിരിക്കണം. അങ്ങനെ ആ രീതിയിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ വീഡിയോ ഉണ്ട്, അറിയാത്തവർ നോക്കുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് മണ്ണിട്ട് മൂടി കൊടുക്കുക. ശരിക്കും വലിയ തെങ്ങുകൾക്കൊക്കെ ഒരു 40 ദിവസം വേണം ഏറ്റവും മുകളിൽ വരെ എത്താൻ. പക്ഷെ ചെറിയ തെങ്ങുകൾക്കൊക്കെ ഉടൻ തന്നെ അത് ഇതിലെത്തുകയും. പക്ഷെ ഇത് കൊടുത്തോണ്ട് കീടങ്ങളും വരൂല, രോഗങ്ങളും വരൂല. ഒരു പരിധി വരെ ഈ രോഗങ്ങൾക്കും കീടങ്ങൾക്കും ഇത് വളരെ എഫക്റ്റീവാണ്. പിന്നെ നമുക്കിനിയിപ്പം വലിയ തെങ്ങുകളോ അതല്ല വേര് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡും കൂടിയുണ്ട്. നമ്മൾ തെങ്ങിൻ്റെ 2 സൈഡിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കുക. ഹോളെന്ന് പറഞ്ഞാൽ ഒരു ഈ ഇത് വെച്ച് കുത്തിയിട്ട് 2 ഹോൾ ഉണ്ടാക്കുക. അതിനുശേഷം അവിടെ ഇതേപോലെ തന്നെ 10 ഗ്രാം 2 ലിറ്റർ വെള്ളത്തിൽ ഈ ഹോമിയോ അഗ്രോ കെയർ മിക്സ് ചെയ്യുക. എന്നിട്ട് 2 സൈഡിലും ഓരോ ലിറ്റർ വെച്ച് ഒഴിച്ചു കൊടുക്കുക. ഇത് വളരെ എഫക്റ്റീവാണ്. അത് മണ്ണിൽ കൂടെയുള്ളതും ഉള്ള രോഗങ്ങൾക്കും കീടങ്ങൾക്കും എതിരെ പ്രതിരോധിക്കാനായിട്ട് ശരിക്കും ഏറ്റവും നല്ലതാണ് SPC ഹോമിയോ അഗ്രോ കെയർ. അപ്പോൾ കീടങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യത്തെയാണ് ചെമ്പൻ ജെല്ലി. ചെമ്പൻ ജെല്ലിയും ഉണ്ട്, കൊമ്പൻ ജെല്ലിയും ഉണ്ട്. കൊമ്പൻ ജെല്ലി എന്ന് പറഞ്ഞാൽ ഇതാണ് കൊമ്പൻ ജെല്ലി. ശരിക്കും ഈ ജീർണിച്ച സാധനങ്ങൾ, അതുപോലെ തന്നെ ചാണകം, അതുപോലെ തന്നെ തെങ്ങ് തന്നെ ഇങ്ങനെ വീണ് ചീഞ്ഞു കിടക്കുക, അതുപോലെ ജൈവ വളം, അതിനകത്തൊക്കെയാണ് ഈ കൊമ്പൻ ജെല്ലി മുട്ടയിടുന്നത്. അങ്ങനെ മുട്ടയിടുന്നത് അത് മെച്യൂറായി കഴിയുമ്പോഴത്തേക്കും ഈ ഇതുപോലെ തെങ്ങിൽ വന്ന് ഹോൾ ഉണ്ടാക്കുക. അതിൻ്റെ ആക്രമണം ഉണ്ടോയെന്ന് അറിയാനായിട്ട് ഈ സ്കെയിൽ പോലെ വരച്ച പോലെ അത് കയറി വരുന്ന ഓലയിൽ നമുക്ക് കാണാൻ പറ്റും. ആയിട്ട് കൊമ്പൻ ജെല്ലി കുത്തിയ ആ ഹോളിൽ കൂടി ചെമ്പൻ ജെല്ലി കയറി. ഈ ചെമ്പൻ ജെല്ലി എന്ന് പറഞ്ഞാൽ ഇതാണ് ചെമ്പൻ ജെല്ലി. അത് മുട്ടയിടുന്നത് ഈ തെങ്ങിൻ്റെ തന്നെ ആ തടിഭാഗത്ത്, അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്താണ് അത് മുട്ടയിട്ട് അവിടെ പെരുകുന്നത്. അപ്പം അതിൻ്റെ ജീവിതചക്രം മുഴുവൻ ആ തെങ്ങിൻ്റെ അകത്താണ്. അതുകൊണ്ടാണ് അതിൻ്റെ തടിയും എല്ലാ ഭാഗവും വലിച്ച് അത് തിന്നും. മാത്രമല്ല ഒരുവിധം മെച്ചുവർ ആകാറായി, അതായത് പ്യൂപ്പ സ്റ്റേജ് കഴിഞ്ഞ സാധനങ്ങൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ തെങ്ങിൻ്റെ അറ്റഭാഗത്തു നിന്നുള്ള ചകിരി വലിച്ചെടുത്തിട്ട് അതൊരു പോപ്കോൺ പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് സുപ്താവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനത്തെ അതുകൊണ്ട് ആ സാലം അതുകൊണ്ടാണ് ശരിക്കും തെങ്ങിൻ്റെ ആ അകത്തെ ഭാഗം മുഴുവൻ ഇതുങ്ങൾ നശിപ്പിക്കും. അപ്പം നമ്മൾ അറിയത്തുമില്ല, മോൾ ഭാഗം നല്ല രീതിയിൽ ഇരിക്കുകയും ചെയ്യും. അപ്പം ആ തെങ്ങ് പെട്ടെന്ന് മറിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതാണ് ഈ ചെമ്പൻ ജെല്ലി കയറിക്കഴിഞ്ഞാൽ. അപ്പം നമ്മൾ നോക്കേണ്ടത് ഇത് കടിച്ച ഒരു സാധനമുണ്ടോ, പച്ച പോലത്തെ ഒരു ചകിരി പോലെ ഇരിക്കും. അതിൽ പച്ചപ്പുള്ള ചകിരിയാണോ നോക്കുക. ആണെങ്കിൽ അതിൻ്റെ അകത്ത് നിർബന്ധമായിട്ടും ചെമ്പൻ ജെല്ലി ഉണ്ട്. അതിന് ഒരു പ്രത്യേകതരം ഒരു കമ്പിയൊക്കെ ഉണ്ട്, അത് വെച്ച് കുത്തിക്കളയുക. അതല്ലെങ്കിൽ ഏതെങ്കിലും കെമിക്കൽ ഉപയോഗിച്ച് അതിനെ കൊല്ലുക. എന്നിട്ട് ഹോമിയോ കൊടുക്കുക. ഹോമിയോ നിർബന്ധമായിട്ട് റെഗുലറായിട്ട് കൊടുക്കുക. ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ 30 ദിവസം ഇടവിട്ട് കൊടുക്കുക. പിന്നെ അവസാനം 45 ദിവസം ഇടവിട്ട് കൃത്യമായിട്ട് കൊടുത്താൽ ഇത് വരൂല. ഇത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രശ്നം ആ പ്രദേശമുള്ള മുഴുവൻ സാധനങ്ങളെ നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ചെറിയ തെങ്ങുകളെ നമ്മൾ നല്ല രീതിയിൽ നോട്ടം വേണം. കാണുമ്പോൾ തന്നെ അതിനെ നശിപ്പിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും വേണം. ആ കുത്തിക്കളഞ്ഞ ആ ഹോളിലേക്ക് നമ്മൾ കുറച്ച് പാറ്റാ ഗുളികയും അതോടൊപ്പം തന്നെ മണ്ണും കൂടി ആ ഹോളിലേക്ക് കുത്തിക്കയറ്റി വെക്കുന്നതും ഒരു പരിധിവരെ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. ആ നശിപ്പിച്ച ഹോൾ അടച്ചു കൊടുക്കണം. അടുത്തത് മച്ചിങ്ങ പൊഴിച്ചിലാണ്. ശരിക്കും സ്വാഭാവികമായിട്ട് തന്നെ മച്ചിങ്ങ കുറേ പൊഴിഞ്ഞു പോകുന്നത്. ഏതാണ്ട് 20 മുതൽ 40% മാത്രമേ മച്ചിങ്ങ നമ്മൾ നല്ല പിടിച്ച് കായായിട്ട് മാറത്തുള്ളൂ. എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് പെട്ടെന്ന് ധാരാളം പൊഴിഞ്ഞു പോകുന്നു മച്ചിങ്ങ. അതോടൊപ്പം തന്നെ 2 വർഷത്തിലേറെ ഉള്ള ഇതിൽ ഒരൊറ്റ കാ പോലും പിടിക്കാത്ത ഒരവസ്ഥ. പിന്നെ നോക്കണം, വീഴുന്ന വെള്ളക്കേടിൽ ഒരു കേടോ പാടോ ഉണ്ടോ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
പൊഴിയാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇനങ്ങളുടെ പ്രത്യേകതയാണ്, നല്ല തൈ വെക്കണം. രണ്ടാമത് കാലാവസ്ഥ, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ മൂന്നാമത് മണ്ണിലെ ഘടനകൾ, അതിനകത്ത് വേണ്ട എല്ലാ മൂലകങ്ങളും കിട്ടണം. നാലാമത്തെ കാര്യം വരൾച്ച, അതല്ലെങ്കിൽ വെള്ളക്കെട്ട്, ഇത് രണ്ടും പ്രശ്നമുണ്ടാകും. പിന്നെ പോഷക മൂലകങ്ങളുടെ അഭാവം, ബോറോൺ പോലത്തെ മൂലകങ്ങളുടെ അഭാവം, പിന്നെ പരാഗണം വളരെ കുറയുക, അതിന് നമ്മൾ നമ്മുടെ തേനീച്ചകളെ വളർത്തുന്നത് വളരെ, പിന്നെ കീടങ്ങളുടെ ആക്രമണം, പിന്നെ രോഗങ്ങൾ. രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പുതിയ മച്ചിങ്ങ ഒരു നമ്മൾ നോക്കുമ്പോഴത്തേക്കും തിളച്ച വെള്ളം വീണ പോലുള്ള പാടുകൾ, അഴുകിയ പാടുകൾ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു ബോർഡോ മിശ്രിതം തളിക്കുക. അതായത് തളിക്കുമ്പോൾ പരാഗണം കഴിഞ്ഞ പൂങ്കുലകളിലാണ് തളിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വേപ്പെണ്ണ, വെളുത്തുള്ളി എമൽഷൻ തളിച്ചാലും ഇത് മാറും. അടുത്ത നമുക്ക് വരുന്ന ഒരു പ്രത്യേകതരം കീടമാണ് മണ്ടരി. ഇതാണ് മണ്ടരി ബാധിച്ച തേങ്ങ. മണ്ടരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ജീവിയാണ്, വളരെ ചെറുത്. പക്ഷെ ആ ജീവി ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകത്തില്ല. ഒരിടത്തിരുന്ന് അവിടെ പറ്റിപ്പിടിച്ച് ഇങ്ങനെ ഇരുന്ന് ആ ഇതിൻ്റെ തൊലിയിലെ നീര് വലിച്ചു കുടിച്ച് ശരിക്കും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു ത്രികോണാകൃതിയിൽ കറുത്ത, അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിൽ തേങ്ങയുടെ മോൾ ഭാഗത്ത്, അതായത് ആ ഏറ്റവും മോൾ ഭാഗത്ത് ഇങ്ങനെ പടർന്നിരിക്കണ പോലെ കാണാം. അതാണ് രൂക്ഷമായിട്ട് ഇതുണ്ടെങ്കിൽ ആ തേങ്ങ പോലും അകത്ത് കണ്ടില്ല, പേടായി പോകും. മറ്റേത് തേങ്ങയുടെ വലിപ്പം ചെറുതായിട്ട് തേങ്ങ കുഞ്ഞായി വരും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഇതിന് ഏറ്റവും കൂടുതൽ വെള്ളീച്ചകളാണ് ഒരു തെങ്ങിൽ നിന്ന് മറ്റേ തെങ്ങിൽ, ഒരു തേങ്ങയിൽ നിന്ന് മറ്റേ തെങ്ങിലേക്കൊക്കെ പടർത്തുന്നത്. ഇതിന് നമുക്ക് വേപ്പെണ്ണ, വെളുത്തുള്ളി എമൽഷൻ വളരെ എഫക്റ്റീവാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ SPC ഫംഗസ് മാസ്റ്റർ, അത് 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇത് മാറും. അത് ചെയ്ത് കൊടുക്കുമ്പോൾ 5 ദിവസം ഇടവിട്ട് 2 തവണ കൊടുക്കേണ്ടതാണ്. അടുത്തത് പൂങ്കുലച്ചാഴി. ഇതാണ് പൂങ്കുലച്ചാഴി. പൂങ്കുലച്ചാഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂ ഇങ്ങനെ ഉണ്ടായി വരുമ്പോൾ തന്നെ അത് എല്ലാത്തിൻ്റെയും വലിച്ചു കുടിക്കും. അതിൻ്റെ അകത്തെ നീര് വലിച്ചു കുടിച്ചിട്ട് അതിനെ ഉണക്കി അത് ഉണങ്ങി ആ പൂങ്കുല മൊത്തം ഉണങ്ങി നിൽക്കുന്ന ഇതാണ്. അതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മണ്ട വൃത്തിയാക്കുക, ഇതുങ്ങളൊക്കെ വരാതിരിക്കുക. പണ്ടൊക്കെ നമ്മൾ തേങ്ങ ഇടുമ്പോഴത്തേക്കും അവർ മണ്ട വൃത്തിയാക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു ശീലം ഇല്ല, എല്ലാം ചെറിയ തെങ്ങുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇത്രയധികം ഈ കീടങ്ങൾ വർദ്ധിച്ചത്. മറ്റേത് രോഗമല്ല, രോഗങ്ങളും എല്ലാം വർദ്ധിക്കാനുള്ള പ്രധാന കാരണം അതുതന്നെയാണ്. ഇതിന് വേപ്പെണ്ണ, വെളുത്തുള്ളി, സോപ്പും, അല്ലെങ്കിൽ വേപ്പെണ്ണ, വെളുത്തുള്ളി മാത്രമായാലും മതി, അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഇതിനെ മാറ്റാനായിട്ട് സാധിക്കുന്നു. പൂങ്കുലച്ചാഴി. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ പൂങ്കുലച്ചാഴി വന്നാൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആൺപൂക്കൾ മുഴുവനും പൊഴിയാതെ ഉണങ്ങി അതേ തന്നെ ഇങ്ങനെ ഇരിക്കും. നമുക്ക് കാണാൻ പറ്റുന്ന അതാണ് അതിൻ്റെ വ്യത്യാസം. പെൺപൂക്കൾ അതും ഇങ്ങനെ സാധനം എല്ലാം ഉണങ്ങി അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അത് കാരണം അതിൻ്റെ നീര് വലിച്ചു ഊറ്റി കുടിച്ചിട്ട് അതിനെ അങ്ങനെ നിർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കീടം വരുമ്പോഴേ നമ്മൾ വേപ്പെണ്ണ, വെളുത്തുള്ളി എമൽഷൻ, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഫംഗസ് മാസ്റ്റർ 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ എടുത്തിട്ട് ചെയ്യുക. പിന്നെ ഇതിനെ എല്ലാത്തിനെയും ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനായിട്ട് SPC ഹോമിയോ അഗ്രോ കെയർ നമുക്ക് ഉപയോഗിക്കാനുണ്ട്. പിന്നെ അടുത്തത് വേരുതീനി പുഴുക്കൾ. ഇത് സാധാരണ ചെറിയ തൈത്തെങ്ങുകളെയാണ് കൂടുതൽ ബാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നിമാവിരകളും ഉണ്ട്. ഇതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന SPC നിമാഷീൽഡ് 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ മെറ്റാറീസിയം 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ ഒഴിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ഇടയ്ക്ക് വിതറി കൊടുക്കുന്നതും വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. തെങ്ങോലപ്പുഴുക്കളാണ് അടുത്ത കീടം. അത് നമുക്ക് തെങ്ങിൻ്റെ ഓലകളിലെ ഹരിതകം മുഴുവനും കാർന്ന് തിന്ന് തെങ്ങിനെ പ്രകാശ സംശ്ലേഷണം നടക്കാത്തക്ക രീതിയിലാക്കുകയും ഓലകളെ നല്ല രീതിയിൽ ഉണക്കിക്കളയുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കീടമാണിത്. ഇതാണ് തെങ്ങോലപ്പുഴു. SPC ഗ്രീൻ ഗാർഡിൽ ഉപയോഗിച്ച് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മൾ വെള്ളീച്ച ഇപ്പം നമ്മൾ വളരെയധികം വ്യാപകമായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നല്ല സ്റ്റാർച്ച് ലായനി അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഇലയുടെ അടിവശത്തേക്ക് തളിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ആവണക്കെണ്ണ പുരട്ടിയ ഒരു മഞ്ഞ കാർഡുകൾ തെങ്ങിൻ്റെ അടുത്ത് തോട്ടത്തിലൊക്കെ തൂക്കിയിട്ട് കൊടുക്കുക. കാരണം ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് പുറപ്പെടുവിക്കുന്ന ഒരു പ്രത്യേകതരം
സെക്രീഷൻസ് ഓലയുടെ മുകളിൽ വീഴുകയും പ്രകാശ സംശ്ലേഷണം തടയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ആക്രമണം രൂക്ഷമായാലും നമുക്ക് വേപ്പെണ്ണ ഒരു 5% വീര്യത്തിൽ തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്ന് എലികളുണ്ട്. എലി 2 തരമുണ്ട്. മരത്തിൽ തന്നെ ജീവിക്കുന്ന ഒരു തരം എലിയുണ്ട്, കുഞ്ഞൊരു പെരേലി. അത് വന്നിട്ട് ഇതിൻ്റെ തുളയുണ്ടാക്കിയിട്ട് അത് അതിൻ്റെ വെള്ളമെല്ലാം കുടിച്ച് അതിനെ താഴെ ഇടുന്നു. അതോടൊപ്പം തന്നെ ഈ വലിയ എലിയില്ലേ, ആ എലി വേരുകൾ നമ്മൾ മറിച്ച് കളയുന്നുണ്ട്. മറ്റേ വലിയ എലി, ആ എലികൾ ഇതിനെയൊക്കെ നമ്മൾ കേക്ക് വെക്കുക, അതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുക. അതോടൊപ്പം തന്നെ ഹോമിയോ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വരുന്ന കീടങ്ങൾ. അപ്പോൾ ഇത്രയും. ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ജൈവവളം ഒപ്പം കൊടുക്കണോ? SPCയുടെ വളങ്ങൾ കൊടുക്കുമ്പോൾ ഭൂമിമിത്ര അതുപോലെ ബയോഗ്രീൻ അങ്ങനെയുള്ളതൊക്കെ കൊടുക്കണ്ടല്ലോ, അതൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം അത് കൊടുക്കുന്നതിന്റെ കൂടെ നമ്മൾ ജൈവവളം വേറെ കൊടുക്കണോ? ജൈവവളം കൊടുക്കണ്ട, പക്ഷെ ജൈവാംശം കൊടുക്കണം. ജൈവാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകള്, ഓല, അതുപോലെ ചകിരി, അതേപോലെ തന്നെ എല്ലാത്തരം പച്ചിലകള്, വീട്ടിലെ ചപ്പ് ചവറുകള്, അതായത് കാർബൺ കണ്ടന്റ് ആയിട്ടുള്ള മണ്ണിൽ ഫലപുഷ്ടി സമ്പുഷ്ടീകരിക്കാനും വെള്ളത്തെ പിടിച്ചു വെക്കാനും എല്ലാം ജൈവാംശം. മനസ്സിലായോ? ഇത് വളമായിട്ടല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കണം. ഓരോ തെങ്ങിന്റെയും ചോട്ടിൽ തടം നിറയെ. കുറച്ച് 2-3 കൊല്ലമായിട്ടേ ഇപ്പൊ SPCയുടെ വളം മാത്രമേ ഇടണുള്ളൂ. അതിന്റെ കൂടെ 2 കൊല്ലം മുമ്പാണ് കുറച്ച് എല്ലുപൊടി അങ്ങനെ വേപ്പും പിണ്ണാക്കൊക്കെ ഇട്ടത്. എല്ലുപൊടി വേപ്പും പിണ്ണാക്കല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങളുടെ വീട്ടിൽ. പിന്നെ ഏറ്റവും പ്രധാനം അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നമുക്കിപ്പം മെയ് തുടങ്ങുമ്പോഴത്തേക്ക് ഒരു 100 ഗ്രാം വൻപയറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പയർ ഓരോന്നിന്റെയും ചോട്ടിൽ വിതറി കൊടുക്കുക. അങ്ങനെ വിതറി കൊടുത്തു കഴിയുമ്പോൾ അത് അവിടെ കടന്ന് വളരും. അത് വളർന്നു കഴിഞ്ഞിട്ട് ഒരു സെപ്റ്റംബർ അല്ലെങ്കിൽ ആദ്യത്തെ അല്ലെങ്കിൽ 1-2 ഈ ചെടി പൂക്കുന്ന സമയത്ത് അതിനെ പിഴുത് അതിൻ്റെ ചോട്ടിൽ തന്നെ ഇട്ട് കൊടുക്കാം. അതൊരു വലിയ രീതിയിലുള്ള ഒരു ബൾക്കായിട്ടുള്ള ജൈവാംശം ചെടിയുടെ ചോട്ടിൽ വരാനായിട്ടുള്ള ഒരു കാര്യമാണ്. ജൈവാംശം ഓർഗാനിക് കാർബൺ മണ്ണിൽ കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള തന്നെ ഈ ചോല വെട്ടുക എന്നൊക്കെ ഞങ്ങളുടെ ഇവിടെ പറയും. അതായത് ഇലകൾ, അതായത് ശരിക്കും പറഞ്ഞാൽ ഈ മാസത്തോടെ, മെയ് മാസത്തോടെ എല്ലാവരും പ്രൂൺ ചെയ്യും. ചെടികളെല്ലാം വലിയ രീതിയിൽ പ്രൂൺ ചെയ്ത് അതിൻ്റെ എല്ലാം ജൈവാംശം കൊണ്ട് ഇതിൻ്റെ ഈ ഇലകളുടെയൊക്കെ ഇതിൻ്റെ ചോട്ടിയിടുക. പിന്നെ ഒരു കാരണവശാലും ഈ തെങ്ങിൻ്റെ ഓലകൾ അല്ലെങ്കിൽ അതിൽ നിന്ന് വീഴുന്ന സാധനങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം അടങ്ങിയ പ്രോഡക്റ്റാണത്. അത് ഒരിക്കലും കൊണ്ടേ നിങ്ങൾ വേറെ സ്ഥലത്തിട്ട് കത്തിക്കുക. പലരും ചെയ്യുന്ന പ്രവൃത്തി അതാ. അതേപോലെ തന്നെ അത് അവിടെ നിന്ന് മാറ്റുകയും ചെയ്ത് അതെല്ലാം അതിൻ്റെ ചോട്ടിൽ തന്നെ പൊതയായിട്ട് ഇട്ട് കൊടുക്കുക വളത്തിൻ്റെ കൂടെ. ഓക്കെ മാഡം, താങ്ക്സ്. അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഈ ചെമ്പഞ്ചല്ലി കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതെങ്ങനെ രക്ഷിക്കാൻ പറ്റുമോ? ചെമ്പഞ്ചല്ലി കയറിയാലും അതിൻ്റെ അകഭാഗം പോയിട്ടില്ലെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അകത്തെ കാർന്ന് തിന്നുമ്പോൾ അതിൻ്റെ ഒരു ജെർമിനേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് അതിൻ്റെ കാണ്ടം. അവിടം ഇത് നശിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വളം കൊടുത്ത് നമ്മുടെ SPC ഹോമിയോ അഗ്രോ കെയർ കൊടുത്ത്, അതായത് അവനെ കൊല്ലണം. ആ സാധനത്തിനെ കൊല്ലുകയോ എടുത്തു കളയുകയോ ചെയ്ത ശേഷം നമ്മളിത് കൊടുത്താൽ രക്ഷപ്പെടുത്തി എടുക്കാവുന്നതേ ഉള്ളൂ. കൊല്ലാൻ എന്താ ചെയ്യണ്ടേ? SPC ഗ്രീൻ ഗാർഡിയൻ 5 ml വെച്ച് 2-3 തവണ 5 ദിവസം ഇടവിട്ട് ഉപയോഗിക്കും. ഓക്കെ, താങ്ക് യു.